ഗുഡ് മോർണിംഗ് അഗൈൻ. ഇവിടെ പപ്പ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ്. ഓ എന്തൊരു ആത്മർത്ഥത. ആൻഡ് മമ്മി ആസ് ഓൾവേസ് പ്രിപ്പയറിങ് സംതിങ്. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നു. എന്താണിത്? ഇതാണ് ചക്ക ഉപ്പേരി ഉണ്ടാക്കുകയാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. ഞാൻ നാട്ടിൽ നിന്ന് പോയി വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അത് ഫ്രീസറിലായിരുന്നു. അവർ വന്നിട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ട് ഞാനും ഉണ്ടാക്കി കഴിച്ചില്ല. അവർ ഒന്നിച്ചിരുന്ന് കഴിക്കാനും വേണ്ടിയിട്ട്. നാട്ടിൽ നിന്ന് ഞങ്ങളുടെ പറമ്പിലെ ചക്ക വീണിട്ട് അത് അമ്മ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ട് അത് ഫ്രീസറിൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ആൻഡ് ദെൻ ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ ഉണ്ടാക്കുകയാണ് അമ്മ ഇന്ന്. അതെ, അമ്മ ചക്കയുടെ സൈക്കോ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ചക്ക സൈക്കോ ആണ് അമ്മ. ചക്ക വലിയ ഇഷ്ടമാണ്. ചക്ക എന്ന് പറഞ്ഞാൽ അമ്മക്ക് ജീവനാ. ചോറൊന്നും എനിക്ക് വേണം, അതാണ് എന്റെ പ്രഷർ പോയി ചെക്ക് ചെയ്തിട്ടേ 4 പോയിന്റ് കുറഞ്ഞപ്പോ അതിന്റെ ഒരു തളപ്പുണ്ട് പപ്പയ്ക്ക്. എന്താ ചക്ക 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 മനു മറ്റേ എടുക്കണ ബരിന് ചേരെടുക്കണ പകുതി. ചക്കയുടെ ഇതിൽ പറമ്പിലാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത് ലാസ്റ്റിലെ. അത് വരുന്നില്ല? വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടോ മോനു? ഈ ഒരു മാങ്ങ നമ്മുടെ നാട്ടിലത്തെ എൻ്റെ ബീനാമ്മയുടെ വീട്ടിലെ മാവിലെ മാങ്ങയാണ്. വളരെ യമ്മിയാണ്. ഭാവിയൊക്കെ നോക്കുക, അണ്ടിമ കിടന്ന് മാങ്ങാണ്ടിയിലാണ് എല്ലാവർക്കും അതാണ് ഇഷ്ടം. പപ്പ എന്താ പപ്പിയോ? ഫുൾ നാര, പക്ഷെ നല്ല ഫൈബറുള്ള മാങ്ങ. ബീനാമ്മ ഓർക്കുന്നു എല്ലാ വട്ടവും ഈ മാങ്ങ. അമ്മ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഞാനും ഭാവിയും പപ്പയും ഓർക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ വളരെ ക്രിട്ടിക്കൽ അവസ്ഥയില. അപ്പോൾ ഞങ്ങള് റെഡിയായി. ഇനി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അവരൊക്കെ ജസ്റ്റ് ഇറങ്ങി നിന്നു. സോ ഇനി നമ്മൾ അവരെ കണ്ടിട്ട് we'll gonna meet them. പപ്പ അതെ ചുള്ളനായിട്ട് നിൽക്കുന്നു. ആരാണിത്? ഒന്ന് നോക്കിയേ മമ്മി. എന്ത് സൗണ്ടിനൊക്കെ ഒരു മാറ്റം. ഇതാരാ? പീറ്റർ ഇംഗ്ലണ്ടോ? ഇതെന്റെ അച്ഛനല്ല, ഇതെന്റെ അച്ഛനും അമ്മയല്ല. അപ്പോൾ അതെ, ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. വക്രയിലൊരു ഫാമിലി ബീച്ചിലാണ് നമ്മൾ പോണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളൊരു ഫാമിലീനെ മീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം അവരാരാണ്, ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം എന്താണെന്നൊക്കെ ഉള്ളത്. സംഭവം ഞാനും ഭാവിയും ലാസ്റ്റ് ടൈം ഖത്തർ വന്നത് 2017-ലായിരുന്നു. അപ്പം ആ ടൈമിൽ പരിചയപ്പെട്ട ഞങ്ങളുടെ നെയ്ബേഴ്സ് ആയിരുന്നു ഇപ്പം ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ഫാമിലി. അവർ കപ്പിൾസാണ്. അപ്പോൾ അന്ന് ഞങ്ങളുടെ വില്ലയിൽ ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. 1 മന്തിൽ ഉണ്ടായ ഒരു സൗഹൃദവും കണക്ഷനൊക്കെയാണ് അവരായിട്ട്. പക്ഷേ അത് ഞങ്ങൾക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങളത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അതുകൊണ്ട് അന്ന് 6 ഇയേഴ്സിന് ശേഷം അവർ വീണ്ടും ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ഔട്ടിങ്ങിലൂടെ. അപ്പോൾ അവരെ അത്രയും സ്പെഷ്യൽ ആവാൻ കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ അധികം അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഞങ്ങൾക്ക് അത്ര ക്ലോസ് ആയിട്ടൊന്നും ഇല്ല. ഭയങ്കര അപ്പം ഇവർ മാത്രമാണ് എനിക്ക് അത്രയും ഒരു ഭയങ്കര കണക്ഷൻ ആയിട്ടുള്ള ഒരു ഫാമിലി എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം 2017-ൽ ഞാൻ എൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ PGക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ ചേരുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ ജോലി ചെയ്യണോ അതോ ഞാൻ PG ചെയ്യണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ടൈമിലായിരുന്നു.
എന്താണ് ഹസ്മി ആൻഡ് കിഷോർ എന്നാണ് അവരുടെ പേര്. ചേച്ചിയുടെ പേര് ഹസ്മി, ചേട്ടൻ്റെ പേര് കിഷോർ എന്നാണ്. അപ്പോൾ അപ്പോഴാണ് കിഷോറേട്ടൻ ഇങ്ങനെ ഈ സെയിൻറ്റ് അലോഷ്യസ് കോളേജിനെ പറ്റിയിട്ട് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞത്. അവിടെ നല്ല കോളേജാണ്, ഒന്ന് നോക്കൂ, അവിടെ ചിലപ്പം അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ സജഷൻ തന്നത്. അപ്പോഴാണ് ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ അങ്ങനെ അഡ്മിഷൻസ് അപ്പോഴും അവർ ഓപ്പൺ ആയിരുന്നു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയ, അങ്ങനെയാണ് ഞാൻ PGക്ക് അലോഷ്യസിൽ ചേരുന്നതും. അങ്ങനെ വളരെ യാദൃശികമായിട്ടാണ് എല്ലാം നടന്നത്. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ അജയ് വന്നത്. ഞാൻ അലോഷ്യസിൽ നിന്നാണ് അജയനെ പരിചയപ്പെട്ടതും എല്ലാം. അപ്പം ഓൾ ടുഗെദർ ഒരു കണക്ഷൻ ആണല്ലോ. അപ്പോൾ അതാണ്, ദാറ്റ്സ് വൈ ദേ ആർ വെരി സ്പെഷ്യൽ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദേ ആർ പീപ്പിൾ വിത്ത് വെരി ഗുഡ് സോൾ. അപ്പം നല്ല ആൾക്കാരാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ എൻ്റെ ഇനി ബാക്കി വരുന്ന ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വക്രയിലെത്തി. നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ബീച്ചിൻ്റെ ഒരു ടിപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ഞങ്ങൾ ആദ്യം ഇവിടെ എത്തിയത്, അവർ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നല്ല കാറ്റാണ്. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ്, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മമ്മി ഹായ്, മാമി, ഡാഡി. ഹായ്, അമ്മ വീഡിയോ കണ്ട. ബീച്ചിൽ വരുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ. ഐ ജസ്റ്റ് മിസ്ഡ് ദിസ് ബീച്ച് വൈബ്സ്. ഞാൻ ബീച്ച് പ്രാന്തിയാണ്. ഞാൻ എവിടെ പോയാലും എനിക്ക് ബീച്ച് എന്ന് വെച്ചാൽ, വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫൈനലി ബീച്ചിൽ വന്നു. ഇന്ന് ആർമാദിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പപ്പ എവിടെ? പപ്പനെ കാണാനില്ല. മമ്മി ഇറങ്ങില്ല പറഞ്ഞ ആളാണ്, പക്ഷെ പോയി നിൽക്കണം. നിപ്പ് കണ്ടേ എവിടെയാണ്? ടീംസ് എത്തിയിരിക്കുന്നു. ഓ മൈ ഗോഡ്, എവിടെ ഡാരു? എവിടെ? ആടാ, ഇവിടെ ഉണ്ടോ നീ? വാ വാ വാ, കളിക്കാം നമുക്ക്. അങ്കിളും ഡാരും ട്വിന്നിങ് ആണല്ലോ. ഡാരു സൂപ്പർ. ഇത് യാരിത്? അയ്യോ, നിങ്ങൾ അന്ന് കണ്ട പോലൊക്കെ തന്നെയാണല്ലോ ഇപ്പോഴും. സ്റ്റിൽ യങ് ആൻഡ് ഡാഷിങ്. അമ്മ ഇറക്കാൻ വേണ്ടി നിക്കെല്ലാരും. അജയന്റെ അടുത്തേക്ക് എത്തിച്ചത് നിങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ വേറെ എയറിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വ്ളോഗ് കാണണം, നാളെ ഇറങ്ങും. അതെ അതെ, കൊച്ചിന് കഷ്ടപ്പാടുണ്ട്, നല്ല കഷ്ടപ്പാടല്ലേ. അതുകൊണ്ട് അവന് കൂട്ടിന് ഇതാണ്ട് അമ്മ ഉണ്ട്. പിന്നെ എന്തിനു പേടിക്കണം? ബീച്ചിലേക്ക് പോകാൻ വേണ്ടി. പിന്നല്ല, ബീച്ചിന് പോകാൻ വേണ്ടി ഇപ്പൊ പുതിയതായിട്ട് മേടിപ്പിച്ചതാ ഇത്. പപ്പടയില് കൂടുതൽ ഫോർമൽസ് ആണല്ലോ. പപ്പ പൈത്തൺ 6 അൺപെയ്ഡ്, 6 ഫ്രീ. ക്രാബ് ഇങ്ങനെ ഷെൽസ് പെറുക്കരുത്. ഈ ക്രാബ്സ് ഷെൽട്ടർ അതിന് അല്ല, ഈ ക്രാബില് ഈ കുഞ്ഞൊക്കെ ഈ സാധനം ഇല്ലേ, ഇത് ഈ ഷെല്ലിന്റെ ഉള്ളിലാണ് അവർ ഷെൽട്ടർ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഷെല്ല് പെറുക്കുമ്പോ ഈ കുഞ്ഞു സാധനങ്ങൾക്ക് ഷെൽട്ടർ ഇല്ലാതെ പോവാണ്. അങ്ങനെയാണ് ആക്ച്വലി. ഇത് കണ്ടോ, ഇത് ഇതിന്റെ ഉള്ളിലാണ് അതിന്റെ ഷെൽട്ടർ. ഇറ്റ് ഫൈൻഡ്സ് ഇറ്റ് ഷെൽട്ടർ ഇൻസൈഡ് ദ ഷെൽ.
ഞാൻ റീസെന്റ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിരുന്നു ഇതിനെപ്പറ്റി. ഡാരു ഡാരു ആരെ ഞങ്ങളുടെ ചേച്ചി കാലൊന്നും ഡാരു പോലെ നിന്നെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നടാ. ക്രാബ്സ് ഇങ്ങനെ നടക്കുന്നത്. ക്രാബ്സ് കാലേ കൊണ്ടോ മതി 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 ഇനി നീന്തണ്ട. അതിന് വേണ്ടിട്ട് അതെ ക്രാബ് കേട്ടോ വായില് കമ്മലായിട്ടുള്ള പോലെ ഉണ്ടല്ലോ ഡ്രോപ്സ് നിൽക്കുന്നത്. മതി 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 ഇനിയിപ്പോ ഇങ്ങോട്ട് ഇച്ചിരി പൊടി തിരിഞ്ഞ വെക്കോ. വന്ന വഴി മൊത്തം മണ്ണായിരിക്കുമല്ലോ. ഞങ്ങള് അങ്ങനെ കുറേ ബീച്ചിലൊക്കെ തമർത്ത് കുറേ എൻജോയ് ചെയ്തു. ഇപ്പം ഞങ്ങൾ എന്താണ് ഓൾഡ് വക്ര സൂക്കിലേക്കാണ് പോകുന്നത്. ഇതൊരു വേറെ സൂക്കാണ്. അന്ന് ഞാൻ വേറൊരു സൂക്കിലാണ് പോയത്. ഇതാണ് സൂക്ക് വഖൂദ് അല്ല സോറി സൂക്ക് വക്കീഫിലാണ് പോയത്. ഇത് വേറെ ഓൾഡ് വക്ര സൂക്കാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഡിന്നറും ഇവിടെ നിന്നാക്കിയിട്ട് അങ്ങനെ ഒരു പ്ലാനാണ് ഇപ്പം ഞങ്ങളുടെ. അപ്പം അവരതേ ഞങ്ങളുടെ മുന്നിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരതാ പോകുന്നു. ഞങ്ങളൊന്ന് വാഷ്റൂം വരെ പോയതാണ്. ഒരു ആക്ച്വലി ഈ സൂക്ക് ഒരു മെയ്സ് പോലെയാണ്. ഒന്നും മനസ്സിൽ തന്നെ ആവണില്ലായിരുന്നു. അയ്യോ നമ്മൾ കുറെ വളഞ്ഞു പോയില്ലേ. നടക്കാൻ സമ്മതിക്കൂലല്ലേ ബ്ലോഗ് എടുത്തെടുത്ത്. ഇനി അങ്ങോട്ട് അങ്ങനെയാ. ദാനത്തിലാണോ പോകുന്നത്? അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളുടെ റെസ്റ്റോറൻറ്റ് ദാനത്ത് അൽ ബഹാർ BBQ ഫിഷ്. നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. ഇതാ നമ്മുടെ ഡാരുമോൻ ഫുൾ ഡ്രസ്ഡ് അപ്പ് ആയിട്ട്. ഞങ്ങള് ഓർഡറൊക്കെ ചെയ്ത് ഇനി വെയിറ്റ് ചെയ്യാണ്. പ്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. സോസസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് ഫിഷിൻ്റെ ഫുഡാണ് ഇവിടെ ഉള്ളത്. ഫിഷ് ബാർബിക്യൂസ് ഒക്കെ. അപ്പം ഇതാണോ? ഇതെന്താ? പ്രോൺസ്. ഇത് റൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ കോഴ്സ്. ഇതെന്താ? സീബാസ് എന്നൊക്കെയാണോ പറയുന്നത്? ആദ്യമായിട്ട് കേൾക്കുന്നത്. ഡാരുമോൻ ഷിപ്പർ. ഇത് അടുത്ത ഐറ്റമാണ്. ഇതെന്താ? അപ്പൊ എനിക്ക് ഗുഡ് ബൈ ഒരു നാണായിട്ട് നോക്ക്. ജർമ്മനിയുടെ ഫ്ലാഗ് പറിച്ചോണ്ട് വരാം. ജർമ്മനിയുടെ ഫ്ലാഗ് കൊണ്ടുവരും.
ഞങ്ങള് രാവിലെ 7-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങള് കാണാം കേട്ടോ. അയ്യോ ടാറ്റ Bye. ബൈ ബൈ ബൈ. Flying kiss കൊടുത്തേ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് തിരിച്ചെത്തി. സോ ഇന്നത്തെ കലാപരിപാടികളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് ഫുഡൊക്കെ ഞങ്ങൾ ഓൾറെഡി കഴിച്ചുകൊണ്ട് ഇനി നമ്മൾ നേരെ ഉറങ്ങാനേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. സോ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. അൻറ്റിൽ ദെൻ ബൈ.